ഹലോ എവ്രി വൺ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ വീട്ടിലൊരു കൊച്ചു സാധനം പോലെ ഉണ്ടായിട്ട് ഇപ്പോൾ വലിയ ആളായിട്ട് മാറിയ ഒരാളെ പറ്റി പറയാനാണ്. അപ്പോൾ ഇവളാണ് ലില്ലി. ഇപ്പോൾ എൻ്റെ മോള് വെച്ച പേരാണ് ഇവൾക്ക് ലില്ലി എന്ന് പറഞ്ഞിട്ട്. കൊണ്ടുവരുമ്പോൾ കൊച്ചു എലീനെ പോലെ ഉണ്ടായ ഒരു സാധനമാണ് ഇവൾ. അപ്പോൾ അങ്ങനെ വളർന്ന് വലുതായി. എല്ലാ ബിസ്ക്കറ്റിൻ്റെ പവർ ഇട്ടാ വീട്ടിലിപ്പോൾ ബിസ്ക്കറ്റ് ഇല്ലാതെ ചോറ് വയ്ക്കില്ല, അങ്ങനത്തെ ആളായിപ്പോയി ഇവൾ. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഒരു മാസത്തിൻ്റെ കുട്ടിയായിരുന്നു. കണ്ണ് തുറന്ന പാടെ ഞങ്ങൾ ഇവളെ കൊണ്ടുവന്നു വീട്ടിലേക്ക്. സോ വീട്ടിൽ പൂച്ചയില്ലാതെ എൻ്റെ മകൾ ഭയങ്കര സങ്കടത്തിലുണ്ടായി. അതുകൊണ്ടാണ് ഇവളെ ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു വലിയ ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒന്ന് പൂച്ചയല്ലേ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൻപുറത്ത് പൂച്ച ഉണ്ടാവില്ല, ആ സ്റ്റൈലിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഇവളെ ഓർത്തു. പക്ഷേ ഇവൾ വലുതാവും തോറും കുറച്ചിങ്ങനെ വികൃതികൾ അധികമായിക്കൊണ്ട് വന്നു. പിന്നെ എൻ്റെ മോളിന് ഭയങ്കര അറ്റാച്ച്മെൻറ്റായി ഇവൾ. അപ്പോൾ എല്ലാവരും പറയും പൂച്ചയല്ലേ, പൂച്ച കടിച്ച ഇഞ്ചക്ഷൻ എടുക്കണം, അത് ഇത് കുട്ടികളെ അടുപ്പിച്ചുകൂടാ അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ ഇവൾ കടിക്കില്ല, ഇങ്ങനെ കളിക്കും, കുറേ കളിക്കും. പിന്നെ ഇങ്ങനെ കുറച്ചായി എൻ്റെ മോൾ ഒന്നിച്ചിട്ട് തന്നെ ഇവളും വലുതായി. ഇപ്പോൾ കാണുന്നില്ലേ, ഞങ്ങളെ വീട്ടിലൊരു അംഗമായിട്ട് മാറി ഇവൾ. അപ്പോൾ ഇവൾ എങ്ങനെ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ പോയി കിടക്കും, എവിടെ വേണമെങ്കിൽ ഇരിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയായി. പക്ഷേ പണ്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ പൂച്ചേനെ അടുപ്പിക്കില്ലായിരുന്നു, പൂച്ച എന്ന് പറഞ്ഞാൽ ആവാത്ത സാധനമായിട്ടുണ്ട്. പക്ഷേ ഇവൾ വന്ന പിന്നെ ഒക്കെ മാറി. ഇവൾ എല്ലാവരും ഇങ്ങനെ കയ്യിൽ നേടിയെടുത്തു എന്ന് പറയില്ലേ, അങ്ങനത്തെയാണ് ചെയ്തത് ഇവൾ. അപ്പോൾ ഇവിടെ കാണാമല്ലോ നിങ്ങളിപ്പോൾ ഇവിടെ എങ്ങനത്തെ എല്ലാ ഫോഴ്സിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്ന പിന്നെ ഭയങ്കര ഹാപ്പിനെസ്സാണ് വീട്ടിൽ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവളെ. ഒരു കൊച്ചു കുട്ടീനെ പോലെയാണ് എല്ലാവരും നോക്കുന്നത്. കറിയില്ല, പിന്നെ പറയുന്നില്ല ആക്രാന്തം അങ്ങനത്തതൊന്നും ഇല്ല കേട്ടോ. ഇവൾ വിശന്നാൽ രാവിലെ ഒരിക്കൽ കറിയും രാവിലെ ചോറ് ഇട്ട് കൊടുത്ത് കുറച്ച് ബിസ്ക്കറ്റും കുഴച്ചിട്ട് ചോറിട്ട് കൊടുത്താൽ കഴിഞ്ഞു. പിന്നെ അത് തിന്നാൽ പിന്നെ വൈകുന്നേരത്തെ മതി. അപ്പോൾ പകലടി മിണ്ടാതെ തിന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും ആൾ. അപ്പോൾ ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പെറ്റായിട്ടുണ്ട് ഞങ്ങളെ വീട്ടിലെ ഇവൾ.